ബഹുമാനായ ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ഗ്രാമപഞ്ചായത്ത് അംഗം ജവാഹർ പ്രസിഡന്റ് അബ്ദുസലാം ഹാജി, അതോടൊപ്പം തന്നെ ഷാജാൻ സാഹിബ്, അബ്ദുസലാം മൗലവി, മറ്റു പ്രിയപ്പെട്ടവർ, വളരെ അഭിനന്ദനാർഹമായ ഒരു പ്രോഗ്രാമാണ് അവിടെ സംഘടിപ്പിക്കുന്നത്. സത്യത്തിൽ ജമാഅത്തിന്റെ ബാനറിൽ സംഘടിപ്പിക്കേണ്ട ഒരു പ്രോഗ്രാം ആയിരുന്നു. കാരണം നമ്മളെല്ലാ വർഷവും ലഹരി വിരുദ്ധ ദിനങ്ങൾ ഇങ്ങനെ ആചരിച്ചു പോകുമ്പോഴും ലഹരി വിരുദ്ധ പ്രതിജ്ഞയും ലഹരി വിരുദ്ധ മോട്ടിവേഷനുകളുമായി പല പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കുമ്പോഴും ഇത്തവണത്തെ ലോക ലഹരി വിരുദ്ധ ദിനത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഒന്ന്, മാറി വന്ന സർക്കാർ ലഹരിക്കെതിരെ വലിയൊരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാമൂഹിക സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു വശത്ത് ലഹരിക്കെതിരെ ക്യാമ്പയിനുമായി സർക്കാർ പോകുമ്പോൾ മറുവശത്ത് എക്സൈസ് വകുപ്പ് ഉൾപ്പെടെയുള്ള ബന്ധപ്പെട്ട വകുപ്പുകൾ അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ ബജറ്റിന്റെ പ്രഖ്യാപനങ്ങളെയൊക്കെ മറവിച്ചുകൊണ്ട് ഏറ്റവും അവസാനം ഇന്ന് ഞാൻ പ്രതിദാനം ചെയ്യുന്ന പ്രസ്ഥാനത്തിൽ ഒരു പ്രസ്ഥാന നിർമ്മാണത്തോട് കൊടുത്തു. ലഹരി വിരുദ്ധ ദിനം ആയതിന്റെ പേരിൽ കൊടുത്തതാണ്. വീര്യം കുറഞ്ഞ മദ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി 251% നികുതി ചുമത്തിയിരുന്ന വർഷങ്ങളായി 251% നികുതി ചുമത്തിയതുകൊണ്ട് കേരളത്തിന്റെ മദ്യവിപണന രംഗത്ത് ലഭ്യമല്ലാതിരുന്ന പല മദ്യങ്ങളും ഇന്ന് ആ നികുതി ചുമത്തിയതിന്റെ പേരിൽ അവർക്ക് ഒരു പ്രവേശനത്തിന് അവർക്കൊരു എൻട്രിക്ക് വഴി വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ 251% 120% അവരുടെ നികുതി കുറച്ചിരിക്കുകയാണ്. അത്തരം സോഫ്റ്റ് ഡ്രിങ്ക്സ് പോലെ യുവാക്കൾ മദ്യം വാങ്ങി കുടിച്ചുകൊള്ളട്ടെ എന്ന താല്പര്യം വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത്തരത്തിലൊരു താല്പര്യമാണ് ഇതിന് പിന്നിൽ കാണുന്നത്. കാരണം യുവാക്കളെ ലഹരിക്കണിയിൽ പെടുത്തുക എന്ന് പറയുന്ന മദ്യ കമ്പനികളുടെയും ലഹരി മാഫിയയുടെയും താല്പര്യത്തിന് ഒരു കാരണവശാലും ഒരു സർക്കാരുകളും ഒരു ഗവൺമെന്റുകളും പ്രവർത്തിച്ചെടുക്കാൻ പാടില്ല. നമുക്കുള്ള റവന്യൂ വരുമാനം കൂട്ടുന്നതിന് വേണ്ടി അത്തരത്തിലുള്ള, കാരണം ഓണത്തിന് റെക്കോർഡ് മദ്യവിൽപ്പന നമ്മുടെ വാർത്താ മാധ്യമങ്ങൾ വാർത്തകൾ എടുക്കാറുള്ളതാണ്. അതുപോലെ ഓരോ ഫെസ്റ്റിവൽസ് വരുമ്പോൾ മദ്യവിൽപ്പനയുടെ റെക്കോർഡ് കോടികളാണ്. അത് പലപ്പോഴും നമ്മുടെ സമീപ പ്രദേശങ്ങളൊക്കെ ആ ലിസ്റ്റിൽ ഒന്നാമതെത്തുന്ന കാണുമ്പോൾ നമുക്ക് തന്നെ ലജ്ജ തോന്നാറുണ്ട്. നമ്മുടെ സമീപത്തൊക്കെയാണ്. അപ്പോ അതിൽ നിന്നൊക്കെ മാറി കേവലം മദ്യത്തിനൊക്കെ അപ്പുറം ഒരു രാസലഹരി വളരെ സുലഭമായി ലഭിക്കുന്ന പ്രദേശങ്ങളായി നമ്മുടെയൊക്കെ നാടുകൾ മാറിക്കഴിഞ്ഞിരിക്കുന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. കാരണം ഓരോ ദിവസവും നമ്മുടെ മഹല്ലിന് കീഴിലുള്ള നിരവധി മാതാപിതാക്കൾ പല തവണകളായി നമ്മളെ ബന്ധപ്പെടുമ്പോൾ വീടുകളിൽ മാതാപിതാക്കളെ തിരിച്ചറിയാൻ കഴിയാതെ, സഹോദരിമാരെ തിരിച്ചറിയാൻ കഴിയാതെ, ഭാര്യയെ തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിലേക്ക് നമുക്ക് നാണക്കേടുണ്ടാക്കുന്ന തരത്തിൽ തൊട്ടടുത്ത് NDPC ആക്ട് പ്രകാരമൊക്കെ കേസ് രജിസ്റ്റർ ചെയ്ത് റിമാൻഡിൽ പോയി മാസങ്ങൾ കഴിഞ്ഞിട്ട് അതിൽ റിമാൻഡ് കഴിഞ്ഞ് ഇറങ്ങുന്ന നമ്മുടെ മഹലിൽ പോലും അത്തരം ആളുകൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളത് നമുക്ക് ആശങ്കയുള്ളതാക്കുന്നതാണ്. കാരണം നമ്മൾ ഇടപെടേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇടപെടുക എന്ന് പറയുമ്പോൾ അവരെ ഒറ്റപ്പെടുത്തി മാറ്റി നിർത്താനോ അവര് ലഹരി വിപണനം നടത്തുന്നത് കാണുമ്പോൾ പറഞ്ഞിരുന്ന് എക്സൈസിനെയോ പോലീസിനെ അറിയിക്കാനോ എന്നുള്ളതല്ല. അവരെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവരെ ലഹരിയിൽ നിന്ന് ഒരു ലഹരി വിമുക്തി പദ്ധതിയിലൂടെ നമുക്ക് അവരെ എങ്ങനെ ഈ ലഹരിയിൽ നിന്ന് മുക്തരാക്കാമെന്നതിനെ പറ്റി ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു. അത്തരം പദ്ധതികൾ ഒരു മഹല്ല് സംവിധാനത്തിന്റെ കീഴിൽ ഉണ്ടാകേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയുള്ള പറഞ്ഞു. തീർച്ചയായിട്ടും ഇൻഷാ അല്ലാഹ് വരുന്ന വർഷങ്ങളിൽ ലഹരി വിരുദ്ധ ദിനത്തിൽ നമുക്ക് കാര്യമായി എന്തെങ്കിലും ചെയ്യാൻ കഴിയണം. കേവലം പ്രഖ്യാപനങ്ങൾക്കപ്പുറം പ്രായോഗികമായ ചില കാര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മളെ ബന്ധപ്പെടുന്ന ആളുകളെ നമുക്ക് കുറെ ഉപദേശിക്കുകയും അതുപോലെ തന്നെ പല രീതിയിൽ അവരെ ലഹരിയിൽ മുക്തമാക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഇടപെടലുകൾ നമ്മൾ നടത്തും. ഒന്ന് ഉപദേശിക്കും, ചിലപ്പോൾ 2 അടി കൊടുക്കേണ്ട കേസിലാണ് അടി കൊടുക്കേണ്ടി വരും. അതിനപ്പുറം പോലീസുമായി സഹകരിച്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ട് പത്രത്തിലൊന്നും വരാതെ അങ്ങനെ ഒന്ന് പേടിപ്പിക്കേണ്ടി വരും. അതിനപ്പുറം ചില ആളുകളെ DADC സെന്ററിലേക്ക് പറഞ്ഞു വിടേണ്ടി വരും. മിക്ക ആളുകളെ 45 ദിവസം ഏറ്റവും മിനിമം DADC സെന്ററിൽ പറഞ്ഞു വിടേണ്ട കുറച്ച് കേസുകൾ ഈ സമീപകാലത്തെ നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. അതിൽ നിന്ന് മുക്തരായി നല്ല ജീവിതം നയിക്കുന്ന ആളുകൾ നമ്മുടെ മഹലിലുണ്ട്. നമ്മുടെ ജമാഅത്ത് അംഗങ്ങളിൽപ്പെട്ട ആളുകളുടെ സന്താനങ്ങൾ ലഹരിക്ക് അഡിക്റ്റായി പോയതിനു ശേഷം ആ ലഹരിയിൽ നിന്ന് മോചിതരായ പല കുട്ടികളും അവർക്ക് പറയാൻ പറ്റാത്ത കാര്യത്തിൽ പറയുന്നില്ല, എവിടെയാണെന്ന് പറയുന്നില്ല. പക്ഷെ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ ലഹരിയിൽ നിന്ന് മുക്തി നേടി നല്ല ദീനിയായി ജീവിക്കുന്നുണ്ട് നമ്മുടെ മുമ്പിൽ. അൽഹംദുലില്ലാഹ്, അതൊക്കെ നമുക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. അപ്പൊ ദുആ എപ്പോഴും പറയും. പല മാതാപിതാക്കളും ചില ഇക്കാമാര് വന്നിട്ട് നമ്മുടെ മക്കളെ കുറിച്ച് ഇനി ഒരു പ്രതീക്ഷയില്ല, എഴുതി തള്ളി അങ്ങ് ശമിക്കുമോ എന്ന് പറയാം. ശമിക്കരുത്, നിരാശ അല്ലാഹുവിനോട് തേടുക.
അള്ളാഹു അതിന് ഉത്തരം നൽകി. അത് സംശയമില്ല. പിന്നെ നിരാശരാകാതെ ഇനി ഇതിൽ കൂടുതൽ പ്രാർത്ഥിക്കാൻ എവിടെയാണെന്ന് നമ്മളോട് ചോദിക്കണം. ഇല്ല, നിരാശപ്പെടരുത്, നമ്മൾ സമാധാനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ചില കേസുകൾ പിന്നീട് ഇതൊക്കെയാണ് ക്രിമിനലിസത്തിലേക്ക് വഴിമാറിപ്പോകുന്നത്, ലഹരിയുടെ അമിത ഉപയോഗം. എന്തായാലും നമ്മളെല്ലാവരും വളരെ ജാഗ്രതയോടുകൂടി ഈ ഒരു സംഘത്തെ നമ്മുടെ നാട്ടിലേക്ക് മറ്റു നാടുകളിൽ നിന്നും ലഹരി എത്തിക്കുന്ന സംഘങ്ങളെ നമ്മൾ കരുതിയിരിക്കേണ്ടതുണ്ട്. ചെറിയ ചെറിയ ലഹരിയാണ് പിന്നീട് വലിയ ലഹരി ഉപയോഗത്തിലേക്ക് മാറുന്നത്. ഹൻസ് പോലുള്ള പാൻ മസാലകൾ പോലുള്ള സാധനങ്ങൾ നമ്മുടെ തൊട്ടടുത്ത കടകളിലൊക്കെ ലഭ്യമാണ്. പലപ്പോഴും അത്തരം കടകളിലേക്ക് പോയി നമ്മുടെ കുട്ടികൾ ചെറിയ ലഹരി ഉപയോഗിച്ചിട്ടാണ് വലിയ ലഹരിയിലേക്ക് പോകുന്നത്. നമ്മുടെ മാതാപിതാക്കൾ എപ്പോഴും സന്താനങ്ങളെ സംബന്ധിച്ചിടത്തോളം റോൾ മോഡലുകളാണ്. നമ്മൾ നമ്മുടെ കുട്ടികൾക്ക് മുന്നിൽ വെച്ച് പുക വലിച്ചാൽ, നമ്മൾ ഹൻസ് വെച്ചാൽ, നമ്മൾ പാൻ മസാല ചവച്ചാൽ, നമ്മൾ എന്തിനാണ് പറയുന്നത്, നമ്മൾ മുറുക്കാനടക്കം ചവയ്ക്കുന്നത് പോലും നമ്മുടെ കുട്ടികൾ ആർക്കെങ്കിലും അങ്ങനെയൊക്കെ വ്യാപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളുടെ മുന്നിൽ നമ്മൾ ആ മുറുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കാം. അപ്പൊ അത് ഒരു റോൾ മോഡൽ, എന്നെ വാർത്ത ചെയ്തത് ഞാൻ ചെയ്യുന്ന ഒരു ആ ഒരു രീതിയിലേക്കാണ് അവർ എടുക്കുന്നത്. അപ്പൊ ഇൻഷാ അല്ലാഹ് എന്തായാലും സഹാബ കൾച്ചറൽ സെന്ററിന്റെ ഈ ഒരു ഈ ഒരു പ്രോഗ്രാം അതെല്ലാ ആളുകൾക്കും മാതൃകയാണ്. ഒരിക്കൽ കൂടി സംഘടിപ്പിച്ചതിന്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇതിനെല്ലാവരും പിന്തുണയും വാഗ്ദാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.